എല്ലാവർക്കും എന്തൊക്കെ പേരാണ് എൻ്റെ അമ്മയ്ക്ക് നോക്ക്. അമ്മൂസ്, അമ്മുക്കുട്ടി, അമ്പുക്കുട്ടി, എന്തമ്മ ഇത്ര ഓമന പേരൊക്കെ അമ്മയ്ക്ക്? ആഹാ, അല്ല ഞാൻ വിളിക്കുമ്പോ എന്തെങ്കിലും കുറ്റം പറയുമോന്ന് ചോദിക്കാൻ വേണ്ടിട്ടാണ്. ഇല്ല അല്ലെ. അപ്പൊ ഇന്നത്തെ എന്താന്നറിയോ? അല്ലെ എങ്ങനെ അറിയാ? പറഞ്ഞാലല്ലേ അറിയോ? അതായത് അവിയലിന് വേണ്ടി എല്ലാ പച്ചക്കറിയൊന്നും ഇതിലില്ല. അപ്പൊ വീട്ടിലുണ്ടായിരുന്ന പച്ചക്കറി കൊണ്ട് ഞാൻ ഒരു അവിയൽ വെക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിയലൊക്കെ വെക്കാല്ലേ? അതുകൊണ്ടൊക്കെ വെക്കാം. അതിന് വേണ്ട കഷ്ണങ്ങൾ എല്ലാം വേണമെന്നൊന്നുമില്ല. കുറച്ച് കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ വെക്കാം. അപ്പൊ എന്താ അറിയോ? ക്യാരറ്റ്, ബീൻസ്, കായ, കുമ്പളങ്ങ, ചേന, പിന്നെ ഇത് ചേനത്തണ്ട്, പിന്നെ നാളികേരം, പച്ചമുളകും, ജീരകം, ഒരു വെളുത്തുള്ളി എല്ലാം കൂട്ടി ചതച്ചതാണ്, ഒന്ന് ഒതുക്കിയെടുത്തത്. പിന്നെ 2 പച്ചമുളക് ഇങ്ങനെ കീറിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ കിടക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ തൈര്, ഒരു ഇത്തിരി മുളക് പൊടി, തൈര്, കറിവേപ്പില, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് നമുക്ക് തുടങ്ങണം. ഒരു ഇത്തിരി എണ്ണ ഒഴിക്കണം. എന്തിനാണോ? അത് ഒരു സൂത്രപ്പണി. എണ്ണ ഒഴിക്കുമ്പോ ഞാൻ ഒരു ഇഞ്ച് ദൂരമായിരിക്കും കേട്ടോ, ഒരു ഇത്തിരി ദൂരമായിരിക്കും. അത് ചൂടായാൽ നമുക്ക് ചേന ഒന്ന് ഒഴിക്കാം. ഇതൊരു സൂത്രപ്പണി. അതിൻ്റെ ചേനയ്ക്ക് ഇത്തിരി വേവ് കൂടുതലാണ്. അപ്പോൾ എനിക്കൊരാൾ പറയാനാണ് ചേന നമ്മൾ കുറച്ച് നേരം ഇതിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ ഒപ്പം കിടന്ന് മനസ്സിലായി. അതിൻ്റെ ഒപ്പം കറക്റ്റായിട്ട് അത് വേവ് പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ എത്ര നേരത്തെ ചേന ഞാനിത് എന്താ ചെയ്തെന്ന് വെച്ചാൽ ആദ്യം ഇത് വേവിച്ചു എന്നിട്ട് വെച്ചിട്ട് കിട്ടും. അപ്പൊ അവരെനിക്ക് പറഞ്ഞു ഇതിങ്ങനെ ചെയ്യണമെങ്കിൽ ഒന്നും കൂടി നന്നാവുന്നു. അപ്പൊ എന്നാ പിന്നെ അതായിക്കോട്ടെ അല്ലേ? ഓരോരുത്തർ പറഞ്ഞെന്ന് നമുക്ക് കേൾക്കണ്ടേ? അപ്പൊ ഒരു ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് അതിന് ഇതൊന്നിങ്ങനെ ഇട്ടെടുത്താൽ അതിന് ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. പിന്നെ അത് വേവ് ചെയ്യുമ്പോൾ അപ്പൊ ഇതിനൊന്നും കിടന്നാവട്ടെ. പിന്നെ നമുക്ക് ഓരോരോ പച്ചക്കറിയായിട്ട് എനിക്കിടാം. അപ്പോ ഇന്ന് ഞാൻ അമ്മേനോട് ചോദിക്കാൻ പോകുന്നത്, ലൈഫിൽ എന്നും നമ്മളെല്ലാവരും ഏത് നിമിഷം എന്ന് വെച്ചാൽ ഓരോ സെക്കൻഡ് നമ്മുടെ ആഗ്രഹം എന്താ അറിയോ? എപ്പോഴും ജീവിതത്തിൽ ഒരു പോസിറ്റീവ്നെസ് നമ്മളിൽ ഉണ്ടാവണം അല്ലെ? എന്നും മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഒരു സന്തോഷം, അതെന്നും ജീവിതത്തിൽ ഉണ്ടാവണം. അത് കഴിഞ്ഞിട്ട് ലോകത്ത് എന്തും നമുക്ക് വേണ്ടു അല്ലെ? ഇപ്പൊ എന്തിനോട് നമുക്കൊരു സന്തോഷം ഉണ്ടായാലും അത് സ്വീകരിക്കാൻ നമുക്ക് മനസ്സുണ്ടാവുള്ളൂ. ഒരു ഭക്ഷണമായാലും ഒരു ദിവസമായാലും ആ ദിവസം സന്തോഷമായി ഇരിക്കാനും പ്രാർത്ഥിക്കാത്ത ഏത് വ്യക്തിയാണ് ലോകത്തുള്ളത്? അതുപോലെ തന്നെ ഈ നമ്മുടെ നാട്ടിലിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 30-35 വയസ്സാകുമ്പോഴേക്കും ഷുഗർ, BP, പ്രഷർ അങ്ങനെ എല്ലാം വരും. പണ്ടത്തെ ആ ഒരു ഭക്ഷണക്രമങ്ങളൊന്നും അല്ലാത്തത് കൊണ്ട് എല്ലാവർക്കും എല്ലാം ഉള്ളത് കൊണ്ട് പ്രായം ചെന്നവരെ മാത്രം രോഗിയെന്ന് വിളിക്കാൻ പറ്റാത്ത ഒരു കാലത്തേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ഭക്ഷണ രീതികൾ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരുവിധം ആൾക്കാരൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു രോഗത്തിന് അടിമപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ മിക്കവാറും ജനങ്ങൾ ഈ മരുന്ന് കഴിക്കുന്ന സമയത്ത് ഈ മരുന്നിൻ്റെ ഡബ്ബി എടുത്തിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഇപ്പോൾ കുറേ ഡബ്ബിയൊക്കെ ഉണ്ടാവും. അമ്മേനെ പറയുന്നില്ല, അമ്മ ഭയങ്കര പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ടാണ് മരുന്ന് കഴിക്കുന്നത്. അത് മരുന്ന് കഴിക്കുമ്പോൾ എല്ലാവരും ചിന്ത എന്താ അറിയോ? ഞാൻ രോഗിയാണ്. അപ്പം ഞാനൊരു രോഗിയാണെന്ന് മനസ്സിൽ നേരത്തെ തന്നെ അവർ കുറിച്ച് വെച്ചു. എന്നിട്ട് ഈ മരുന്ന് കഴിക്കുമ്പോൾ ഈ മരുന്ന് എൻ്റെ രോഗത്തിനുള്ള മരുന്നാണ്, ഞാൻ രോഗിയാണ്, ഈ മരുന്ന് എന്നെ വിട്ട് ഞാൻ മരണം വരെ പോയില്ല, ഇതൊരു തൊലവാണെന്ന് പറഞ്ഞ് മരുന്ന് കഴിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ. അപ്പം അതിടും എന്നിട്ട് പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുമ്പളങ്ങ കഷ്ണങ്ങൾ അങ്ങനെ ഇട്ടു. പിന്നെ ക്യാരറ്റ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തിനാ ഒന്നിന്റെ മുകളിലൊന്നും ഇങ്ങനെ ഓരോന്നിനും ഓരോരോ വേവല്ലേ? അപ്പൊ അതിനനുസരിച്ച് അത് ആയിക്കോട്ടെ. അങ്ങനെ. അപ്പൊ ഏറ്റവും വേവ് കൂടുതലുള്ളത് ആദ്യം ഇട്ട് കൊടുക്കുക, അങ്ങനെയാണോ? അത് ശരി. അങ്ങനെ ഇപ്പം ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുണ്ട്. എന്താ നിങ്ങൾ ആരും കൂട്ടാത്തോണ്ട് ഞാനെന്താ ചെയ്യും? ഇതൊക്കെ നമുക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി വെറുതെ ഇട്ടു. എന്നിട്ടിത് ഉപ്പ്
ഇത് നോക്കിയിട്ട് നമുക്കിടാം. ഇട്ടിട്ട് ഇങ്ങനെ അടച്ചു വെച്ചു. അത് ആവിയിൽ വേവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ പറഞ്ഞാൽ, ഒരു രോഗം നമുക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ആ ഗുളിക കഴിക്കുമ്പോൾ ഞാൻ രോഗിയാണെന്ന് മനസ്സിലങ്ങോട്ട് ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് ആ മരുന്ന് കഴിക്കുമ്പോൾ എൻ്റെ രോഗത്തിനുള്ള മരുന്നാണ് വന്നിട്ടാണ് കഴിക്കുള്ളൂ. ഇത് രോഗം മാറാനുള്ള മരുന്നാണ് വന്നിട്ട് ആരും കഴിക്കുന്നില്ല. ഇതെൻ്റെ രോഗം മാറാൻ ഒരു വൈദ്യർ, ഒരു ഡോക്ടർ നമുക്ക് കുറിച്ച് തന്ന മരുന്നാണ്. ഇത് കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ രോഗം മാറുന്നില്ല ചിന്തയോടുകൂടി കഴിക്കുന്നവർ കുറവാണ്. അതിൻ്റെ പകരം എനിക്കിങ്ങനെ ആയിപ്പോയല്ലോ, ഞാനൊരു രോഗിയാണല്ലോ, അതുകൊണ്ട് എൻ്റെ പെട്ടെന്നരച്ച് മരുന്നാണല്ലോ ഞാൻ കഴിക്കാനുള്ളൂ എന്ന് ചിന്തിച്ച് കഴിക്കുന്ന ചിലർ. അതിൻ്റെ പകരം നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, വെള്ളം കുടിക്കുന്നത് ദാഹം തീരാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്ന പോലെ തന്നെ രോഗം മാറാൻ വേണ്ടിയിട്ടാണ് ഗുളിക കഴിക്കുന്നത്. ഒരു പോസിറ്റീവ് തിങ്കിങ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ തന്നെ ആ ഗുളിക നമുക്ക് ഒരുപാട് ഫലപ്രദം ചെയ്യുന്നുള്ളത് 100% സത്യമാണ്. കാരണം നമ്മൾ കഴിക്കുന്നത് എന്താണെങ്കിലും ആ ഗുളികേനേക്കാളും പവർ നമ്മുടെ മൈൻഡ് സെറ്റിന് കൊടുക്കണം. നമ്മുടെ മൈൻഡ് അതിനെ അംഗീകരിക്കുമ്പോൾ നമ്മുടെ ശരീരം അതിനെ ഉൾക്കൊള്ളും അല്ലേ. അത് ഉൾക്കൊള്ളാണ്ട് പലരും മരുന്ന് കഴിക്കുന്നുണ്ട്, ആ മരുന്ന് അവർക്ക് ഫലിക്കാണ്ട് പോകുന്നുണ്ട് അല്ലേ. അങ്ങനെയാണ് അവർ വലിയൊരു രോഗിയായി മാറുക. അതേപോലെ തന്നെ ആ ഒരു നെഗറ്റീവ് തിങ്കിങ് അവിടെ അങ്ങനെ തന്നെ ഉള്ളപ്പോൾ ശരിക്കും തിങ്ക് ചെയ്യേണ്ടത് പോസിറ്റീവായിട്ടാണ്. ഇതെനിക്കൊരു സഞ്ജീവനിയാണ്, മൃഗസഞ്ജീവനിയാണ്. ഇത് കഴിക്കുമ്പോൾ ഇതുകൊണ്ട് ഞാൻ ഭേദപ്പെട്ട് വരും, എനിക്കിത് മാറുന്നുള്ള ചിന്തയും കൊണ്ട് കഴിച്ചാൽ തീർച്ചയായിട്ടും മാറും. അതുപോലെ തന്നെ ഈ പാരലൈസായ ചില ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിലർ വർഷങ്ങളോളം എണീറ്റ് നടക്കില്ല, ചിലർ മാസങ്ങൾക്കുള്ളിൽ എണീറ്റ് നടക്കുന്നത്. അതൊക്കെ ഒരു മൈൻഡ് പവർ, ഒരു പവറാണത്. എനിക്ക് വേണം, എനിക്ക് നീക്കണം എന്നുള്ള പവർ വേണം. പിന്നെ ആ സമയത്ത് ഇന്ന ഞാൻ കഴിക്കാൻ പാടില്ല എന്നത് കഴിക്കാൻ പാടും. അതൊക്കെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ നമ്മൾ നിയന്ത്രിക്കണം. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത പ്രശ്നമായിരിക്കും, നമ്മൾ കഴിച്ചേ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒപ്പം ആ പേഷ്യൻ്റ് ചിന്തിക്കേണ്ട പേഷ്യൻ്റ് ചുറ്റും ഒരു നെഗറ്റീവ്നെസ് ഫില്ല് ചെയ്യും. അത് ഈ ലോകത്തിൻ്റെ ഒരു വലിയൊരു ശാപമാണ്. കാരണം എന്താ അറിയോ, കുറച്ച് കാലം, തുടക്കമൊന്നും ആരും ഒന്നും പറയില്ല, കുറച്ച് കാലം അങ്ങോട്ട് പോകുന്തോറും ഈ മരുന്ന് മേടിച്ചേരുന്ന ആർക്ക് വലിയൊരു ഭാരമായി മാറും. അപ്പോൾ ഈ മരുന്ന് കഴിക്കുന്ന വ്യക്തി കേക്കച്ചെ, ആ വ്യക്തി അവിടെ ഇരിക്കുമ്പോൾ, അവരവിടെ നിൽക്കുമ്പോൾ ഇവൻ്റെ ഒരു മരുന്നും കൂടി മേടിക്കണം എന്നുള്ള ഒരു വാക്ക് വരുമ്പോൾ ഈ ഒരു പേഷ്യൻസിന് എന്ത് തോന്നുന്നറിയോ, ഈ ഒരു മരുന്ന് കഴിക്കുന്ന വ്യക്തിക്ക് എന്ത് തോന്നുന്നറിയോ, ഞാൻ ജീവിതത്തിൽ ഈ ഒരു മരുന്ന് കഴിക്കുന്നത് കൊണ്ട് എനിക്ക് ഈ മരുന്ന് മേടിച്ചു കൊടുക്കുന്ന എൻ്റെ മകനോ മകളോ ആർക്കോ അതൊരു ബുദ്ധിമുട്ടുമായി മാറിയുള്ളൂ എന്നുള്ള മനോവിഷമം കൊണ്ട് അവർ മരുന്ന് കഴിച്ചാലും അവരുടെ അസുഖം മാറില്ല. അപ്പോൾ അവിടെ വീണ്ടും ഒരു നെഗറ്റീവ്നെസ്. ഇപ്പോൾ നിങ്ങൾ എന്തായാലും മരുന്ന് മേടിച്ചു കൊടുക്കുന്നുണ്ട്, ദയവ് ചെയ്ത് ഇങ്ങനെ കഴിക്കുന്ന ആൾക്കാർ, പ്രാരാബ്ധമില്ലാത്ത മനുഷ്യരുണ്ടാവില്ല, കഴിക്കുന്ന ആൾക്കാരുടെ ചെവിയിൽ കേൾക്കുമ്പോഴത്തെ നെഗറ്റീവ് സംസാരിക്കുമ്പോൾ ആ മരുന്ന് കഴിക്കാൻ നിങ്ങൾ ഉള്ളിൻ്റെ ഒരു ഫീലില്ലേ, എൻ്റെ മകനോ മരുമകൾക്കോ ഇത് ഇഷ്ടാവാത്തതുകൊണ്ട് ഈ മരുന്ന് ഇങ്ങനെ ആയതുകൊണ്ട്, അതിപ്പോൾ വയസ്സായ അമ്മായിയമ്മ ആവണം, അമ്മായിയച്ഛ ആവണം എന്നൊന്നും ഇല്ല, മനസ്സിലായില്ലേ. അതിപ്പോൾ ആര് വേണമെങ്കിലും ആവാട്ടോ. ഈ രോഗം എന്ന് പറയുന്നത് അതിന് പ്രത്യേകിച്ച് ഒരു പ്രായമൊന്നുമില്ല. ഏട്ടനാവാം, അനിയനാവാം, അനിയത്തിയാവാം, ആര് വേണമെങ്കിലും ആവാം. അപ്പോൾ ഈ താങ്ങി നിർത്തുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ താങ്ങി നിർത്തുന്ന ഒരു വ്യക്തിയുടെ വായന്ന് വരുന്ന നെഗറ്റീവ് വേർഡ്സ്, ആ നെഗറ്റീവായിട്ടുള്ള സംസാരം തീർച്ചയായിട്ടും 100% ആ രോഗീനെ രോഗാവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ സമ്മതിക്കില്ല. കാരണം അവൻ്റെ മനസ്സ് തളർന്നു പോകും. ഞാനൊരു രോഗി ആയതുകൊണ്ടാണല്ലോ എന്നെ ഇങ്ങനെ പറയണമെന്നുള്ളൊരു ഫീല് അവൻ്റെ ഉള്ളിൽ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അത് വന്ന് ഭവിക്കുന്നോ അന്ന് മരുന്നും കൊണ്ട് അസുഖം മാറ്റാൻ സാധിക്കില്ല. അതുപോലെ തന്നെ എൻ്റെ അനുഭവത്തിൻ്റെ ഒരു കഥ പറഞ്ഞുതരാം അമ്മയ്ക്ക്. ഒരാൾ 2 പ്രാവശ്യം ഒരു അസുഖം വന്നു ആൾക്ക്. അപ്പോൾ 2 പ്രാവശ്യം അസുഖം വന്നപ്പോൾ വീട്ടുകാരൊക്കെ കൂടി അവരെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുവരും, അത് ഭേദപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഭേദപ്പെടുത്തിയതിന് ശേഷം അവൻ്റെ വീട്ടിലെ കുടുംബക്കാർ കൂടിയിട്ട് ഒരു തീരുമാനം എടുത്തു, 3ാമത്തെ വട്ടം ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതോടുകൂടി നിങ്ങളുടെ കഴിഞ്ഞു, അത് വരാണ്ട് നിങ്ങൾ നോക്കണം, ആര്, ഈ രോഗി നോക്കണം. അപ്പോൾ 3ാമത്തെ വട്ടം കൂടി നിങ്ങൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഞങ്ങളാരും നോക്കില്ല എന്നുള്ള തീരുമാനം ഈ രോഗിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പോൾ യഥാർത്ഥമായിട്ട് ആ ഒരു രോഗി എന്ന് വെച്ചാൽ രോഗി എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ചെറിയൊരു അസുഖം എന്തായാലും വന്നിട്ടുള്ളൊരു വ്യക്തി, രോഗി എന്ന് ഒരാളിനെ വിളിക്കാൻ പാടില്ല എന്നാണ്, പക്ഷേ ഈ കഥ പറയുമ്പോൾ ഞാൻ അങ്ങനെ പറയാണ്. ആ ഒരു അസുഖമുള്ളൊരു വ്യക്തിക്ക് മനസ്സിന് എന്ത് തോന്നിയെന്നറിയാം എനിക്ക്, ഇനിയൊരു പ്രാവശ്യം കൂടി ഇവർക്ക് ഞാനൊരു ബാധ്യതയാവാൻ പാടില്ല, ഇനി എനിക്ക് വരുന്നത് മരണം മാത്രമായിരിക്കണം, ഇനി എന്നെ കൊണ്ടുപോകാനുള്ള ഒരു യാത്ര മാത്രമായിരിക്കണം, ഇനി ഞാൻ വയ്യാണ്ടാവണത് മരിക്കാനായിരിക്കണം എന്ന് അയാൾ ചിന്തിച്ചു പോയി. യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുകൊണ്ട് വന്നില്ല, ഹോസ്പിറ്റലിൽ എത്തിനേക്കാളും മുമ്പ് ആൾ മരണപ്പെട്ടു പോയി. അപ്പോൾ ഇതേപോലെ ചില മക്കളോ മരുമക്കളോ അവരൊക്കെ അമ്മായിയമ്മയാവട്ടെ, അമ്മയാവട്ടെ, അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്ഥാനമൊന്നുമില്ല, ചേട്ടനാവട്ടെ, ഭാര്യയാവട്ടെ, അച്ഛനാവട്ടെ, ഇവരോടൊക്കെ പോയിട്ട് നിങ്ങൾ ഈ പ്രാവശ്യം ഞാൻ ചികിത്സയൊക്കെ നൽകിയിട്ടോ, ഇനി അടുത്ത പ്രാവശ്യം തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല,
പിന്നെ നിങ്ങളൊന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ട് പൂ തന്നെയാണെന്നൊരു ഒരാളുടെ മുഖത്ത് നോക്കി പറയരുത്. ആരും പറയില്ല എന്ന് ചിന്തിക്കരുത്. ഇത് പറഞ്ഞ ആൾക്കാരെ എനിക്ക് അറിയണത് കൊണ്ട് ഞാൻ പറയുകയാണ്. കാരണം അങ്ങനെയും ചില മനുഷ്യരുണ്ട്. മനുഷ്യ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത, മൃഗത്തിനെക്കാളിലും ക്രൂരമായ മനസ്സുള്ളവർക്ക് മാത്രമേ അത് പറയാൻ സാധിക്കുള്ളൂ. എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. ചിലപ്പോൾ നിങ്ങളുടെ പ്രാരാബ്ദം കൊണ്ടായിരിക്കും നിങ്ങളത് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ മനസ്സിൻ്റെ ഭയങ്കര ശുദ്ധിയും കൊണ്ട് ഞാൻ ഉള്ള കാര്യം ഒളിച്ചു വെക്കാണ്ട് തുറന്നു പറഞ്ഞൊരു വ്യക്തിയാണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോലത്തെ ഒരു മരമണ്ടിയായ വ്യക്തി ഭൂമിയിലില്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താ പറയുക, നാളെ അത് ഈ കേട്ട വ്യക്തിക്കാണോ സംഭവിക്കുക, അതോ പറഞ്ഞ തനിക്ക് തന്നെയാണോ സംഭവിക്കുക എന്ന് ഒരാളിനെ കൊണ്ടും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരുപാട് രോഗബാധിതരായ ഒരുപാട് വ്യക്തികളൊക്കെ ചിലർ മെഡിറ്റേഷൻ കൊണ്ട്, ചിലർ യോഗയും കൊണ്ട്, മരുന്നില്ലാതെ രക്ഷപ്പെട്ട എത്രയോ ചരിത്രങ്ങൾ ഭാരതത്തിൻ്റെ കൾച്ചറിലുണ്ട്, ഭാരതത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് രീതികളിലുണ്ട്. അതിനുവേണ്ടി ലോകമെമ്പാടുള്ള ആൾക്കാർ ഭാരതത്തിൻ്റെ പല സ്ഥലങ്ങളിലും വന്നിട്ട് വലിയ വലിയ കാര്യങ്ങൾ ഒരിക്കലും തീരില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിസ്സാരമായിട്ട് തീർന്നു പോകാൻ കാരണം എന്താ അറിയോ, അവർ മൈൻഡിന് കൊടുക്കുന്ന ഒരു കാംനെസ്സാണ്. എന്ന് വെച്ചാൽ അവൻ്റെ പോസിറ്റീവ്നെസ്, അവൻ്റെ എന്താ പറയുക, അവൻ്റെ ഉള്ളിലേക്ക് നെഗറ്റീവ് എന്നുള്ള ഫീലിംഗ് ഉണ്ടാവില്ല. അവിടെ കൊണ്ടുപോയി വിടുമ്പോൾ അവരോട് പറയും ആരും അടുക്കരുത്. ഈ ആരും അടുക്കരുത് എന്ന് പറയുന്നത് എന്താ അറിയോ, ഈ ആരും അടുക്കരുത് എന്ന് പറയാനുള്ള കാരണം, ഈ സ്നേഹം നടിച്ചവർ ആദ്യമൊക്കെ ഒരുപാട് ഉപകാരികളായിരിക്കും. അത് മക്കളായാലും ആരായാലും അങ്ങനെയൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് കുറേ അങ്ങോട്ടാവുമ്പോൾ അവർക്കൊരു പ്രാരാബ്ധമായി മാറുമ്പോൾ ആ പ്രാരാബ്ധം കൊണ്ട് വരണ പുറുപുറുണ്ടല്ലോ, അത് ഈ അസുഖബാധിതരായ വ്യക്തികളുടെ മനസ്സ് തളർത്തിപ്പോവും. അതുകൊണ്ട് പറയും, നിങ്ങളിവിടെ വിട്ടിട്ട് പോയാൽ ഞങ്ങൾ ശ്രമിച്ചതിന് ശേഷം രക്ഷപ്പെടുകയാണെങ്കിൽ അന്ന് നിങ്ങളെ വിളിച്ച് പറയാൻ നിങ്ങൾ അന്ന് വന്ന് കൊണ്ടുപോയാൽ മതി എന്ന് പറയും. അപ്പം അങ്ങനെയുള്ള ചില പ്രാർത്ഥനാലയങ്ങൾ, അങ്ങനെയുള്ള ചില സ്ഥലങ്ങൾ, ക്രിസ്ത്യൻ പ്രാർത്ഥനാലയങ്ങളുണ്ട്, ഹിന്ദുക്കളുടെ ഉണ്ട്, അങ്ങനെ എല്ലാവരുടെയും ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ അവരും മാത്രമുള്ള ബന്ധമാണ്. അവിടെ നല്ല നല്ല വാക്കുകൾ പറയുക, നല്ല പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഇവരോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം കേട്ടോ, ഇനിയിപ്പോൾ എന്തെങ്കിലും മിക്സിങ് ഉണ്ടോ അതിൽ? അത് കഴിഞ്ഞിട്ട് പറയാം. ഈ അരപ്പില്ല, ഇപ്പം ഇതൊക്കെ വെന്തുടയാൻ പാടില്ല. അപ്പോൾ ഈ അരപ്പ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കുക. അങ്ങനെ കുറച്ച് നേരം തട്ടിപ്പൊത്തി വെക്കുക. എല്ലാം എന്താ ഈ തട്ടിപ്പൊത്തി എന്ന് പറയണമ്മ? ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഇതൊക്കെ എനിക്ക് അറിയുന്നതൊന്നല്ല, ഇതൊന്നും എനിക്ക് അറിയാത്ത കാര്യമായിരുന്നു. ഇതൊക്കെ ഓരോരുത്തരും എനിക്ക് പറഞ്ഞു തന്നപ്പോൾ ഞാൻ അതുപോലെ ചെയ്യണമെന്ന് മാത്രം. പഠിക്കുക എന്നുള്ളതിനേക്കാളിലും വലിയൊരു സംഭവം വേറെ ഒന്നുമില്ല. ലോകത്ത് നമ്മളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയും പഠിച്ചുകൊണ്ടിരിക്കും. പലതരത്തിൽ വെക്കും, എത്രയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഓരോരുത്തരും ഓരോരോ രീതിയാണ്. അതിൽ തന്നെ ഒരു 5-8 രീതി ഞാനും വെച്ച് നോക്കിയിട്ടുണ്ട്. ഓരോരുത്തരും ഓരോരോ രീതിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനിതാ ഈ പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇത് ഇടയ്ക്കൊന്നും ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഓരോ പാചകം ഓരോ രീതിയാണ്. ഈ പച്ചമുളക് എന്തിനായിട്ടറിയോ? അതെ, ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടും. ഇങ്ങനെ കടിക്കാൻ കിട്ടില്ല ഈ കഷ്ണത്തിൽ. അപ്പോൾ ആ തൈരിന്റെ രുചിയും മുളകിന്റെ രുചിയും അതിന്റെ കൂടെ ഇതിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇതെനിക്ക് പറഞ്ഞു തന്ന ആളില്ലേ, ആൾ ഇതേപോലെ നോക്കും. അപ്പൊ ഞാനത് അങ്ങനെ ഉൾക്കൊണ്ട് അപ്പൊ ഇതൊരു 5 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പൊ ഞാൻ എവിടെ നിർത്തിയത് മറന്നുപോയി. അല്ല, അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇവരോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സാഹചര്യം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ എന്തോ നിങ്ങളുടെ ആ സാഹചര്യം കൊണ്ട് നിങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടാവുക. അതിനുശേഷം നിങ്ങൾ ആ പറഞ്ഞു പോയ വ്യക്തി മരണപ്പെട്ടു പോയി എന്ന് വെച്ചോളൂ. അപ്പോൾ അതിനൊക്കെ ശേഷം നിങ്ങൾ ഒരുപാട് പൈസക്കാരായി. അന്ന് നിങ്ങൾ ഒരാളിനോട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടത്? അപ്പോൾ അവർ പറയുക, അന്നദാനം ചെയ്യൂ, ഫേമസ് ആവും. നിങ്ങളുടെ അവിടെ കൊണ്ടുപോയിട്ട് വസ്ത്രം കൊടുക്കൂ, ഫേമസ് ആവും. നിങ്ങൾ ഇന്ന ട്രസ്റ്റിലേക്ക് കാശ് കൊടുത്തു, ഫേമസ് ആവും. അവസാനം നിങ്ങൾക്കൊന്ന് തോന്നും, കുറേ രോഗാവസ്ഥയിലുള്ള വ്യക്തികളില്ലേ, അവർക്കൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് അവൻ്റെ ഒപ്പം ഒരു സെൽഫി പിടിക്കാനൊക്കെ തോന്നുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിനുള്ളൊരു ചോദ്യം വരില്ലേ, മനുഷ്യൻ എന്നും ഒരേപോലെ ഉണ്ടാവില്ല. ചിലപ്പോൾ അന്ന് നിങ്ങളുടെ ഒരു സാഹചര്യം കൊണ്ട്, നിങ്ങളുടെ പിശുക്കത്തരം കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇല്ലായ്മ കൊണ്ടൊക്കെ നിങ്ങളങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടാവും. നാളെ ഒരു ദിവസം നിങ്ങൾക്കെല്ലാം ഉണ്ടായി വരുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നില്ലേ, നിങ്ങൾക്ക് ജന്മം നൽകിയവർക്ക് നിങ്ങൾ പറഞ്ഞ ആ വാക്ക്, അവർ വിട്ടുപോയ ആ മണ്ണ്, അവർ വിട്ടുപോയ ആ ഓർമ്മ, ഒരിക്കലും തിരിച്ചു വരാത്ത ദൂരത്തേക്ക് അവർ യാത്ര ചെയ്യണേക്കാട് മുമ്പ് അവരോട് പറഞ്ഞ ആ വാക്ക്, ഇനി ഒരു വട്ടം കൂടി ഇത് സംഭവിച്ചാൽ വിധിക്ക് വിട്ടുകൊടുക്കുകയാണ്, നമ്മളെ കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് ഒരാളുടെ മുഖത്ത് നോക്കിയും പറയരുത്. കാരണം വിധി നിശ്ചയിക്കാൻ നമ്മൾ ആരുമല്ല. അപ്പോൾ അതുപോലെ തന്നെ ആരെങ്കിലും ഒരാൾ അതുപോലെ യാത്രയായി കഴിഞ്ഞാൽ, സത്യത്തിൽ ജീവിച്ചിരിക്കുന്ന കാലം വരെ ആ പറഞ്ഞ വ്യക്തിക്ക് മനസ്സാക്ഷി ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരാളെ യാത്രയായിട്ടുണ്ടെങ്കിൽ, ആ മനസ്സിൻ്റെ ഒരു നോവുണ്ടല്ലോ, നൊമ്പരം,
ചിതയിൽ ഒരു വട്ടമേ ഒരു മനുഷ്യൻ എരിയുള്ളൂ അമ്മ. പക്ഷെ ജീവിച്ചിരിക്കുന്ന കാലം വരെ മനസാക്ഷി ഉള്ളവനാണെങ്കിൽ ആ പറഞ്ഞ വാക്കിന് അനേകം ആയിരം വട്ടം ചിതയിൽ എഴുതിക്കൊണ്ടുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ മനുഷ്യൻ്റെ ജീവനെ വില കൽപ്പിക്കാൻ നമ്മൾ ആരുമല്ല. നമ്മുടെ കയ്യിലുണ്ടോ നമ്മൾ ചെയ്യുക. അത് കാരണം കൊണ്ട് കുറേ ആൾക്കാർ എന്ത് തീരുമാനിച്ചറിയോ, സ്വന്തമായിട്ട് കയ്യിൽ കാശില്ലാത്ത ആൾക്കാർ സഹോദരിയോ സഹോദരനോ അച്ഛനോ അമ്മ അങ്ങനെ ബന്ധത്തിൽ ആരുടെയെങ്കിലും ആശ്രയം കൊണ്ട് ജീവിക്കേണ്ടി വരുന്നൊരു ഗതികേടിലേക്ക് എത്തും. അല്ലെങ്കിൽ എത്തിയെന്ന് ചിന്തിക്കുന്ന പലരും എന്ത് ചിന്തിച്ചറിയോ അമ്മയ്ക്ക്? പലരും എന്താ അറിയോ, ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വയ്യായ്മ വരാൻ പാടില്ല. പണി കഴിഞ്ഞു ഉണ്ടോ? ഇത്രയേ ഉള്ളൂ. ഒരു 2 മിനിറ്റ് അങ്ങനെ ഇരുന്ന് 2 കറിവേപ്പില ഇട്ട് ഇത്തിരി പച്ചവെളിച്ചെണ്ണ ഇട്ടിച്ച് കഴിഞ്ഞാൽ നല്ല അവിയലാണ്. ഉണ്ടോ? അടിപൊളി. അടിപൊളി എന്ന് പറഞ്ഞാൽ കൂട്ടുമോ? ഞാൻ കൂട്ടും, ഉറപ്പായിട്ട് കൂട്ടും. ഇനിയിപ്പോൾ എല്ലാം കൂടെ തൊട്ട് നോക്കണൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ പലരും ഞാൻ അറിഞ്ഞ പലരുണ്ട്, അവർക്ക് എന്താ പറയണറിയോ, ഇനി ഒരു അസുഖം എനിക്ക് വരാൻ പാടില്ല മോനെ. അങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, ഇത് ആരോടും അറിയിക്കരുത്. നിങ്ങളൊരു കാര്യം ചെയ്യും, എൻ്റെ മരണം മാത്രം അറിയിച്ചാൽ മതി. ഇനി എനിക്കൊന്ന് വയ്യാണ്ടായി എന്ന് ഒരു കാരണവശാലും ഉപ്പിട്ടു അല്ലേ, ഒരു കാരണവശാലും നിങ്ങൾ ആരെയും അറിയിക്കരുത്. ഇനി എൻ്റെ മക്കളോ അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ടവരോ എനിക്ക് വേണ്ടി ചിലവ് ചെയ്യാൻ ബുദ്ധിമുട്ടരുത്. ഇനി അവർക്കൊരു ഫോൺ കാർഡ് പോണത് ഒന്നുമില്ലെങ്കിൽ സന്തോഷമുള്ളൊരു ദിവസമായിരിക്കണം. അല്ലെങ്കിൽ ഒരു വട്ടം ദുഃഖിച്ച് ഇനി ഒരിക്കലും അവർക്കൊരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിലുള്ള എൻ്റെ മരണമായിരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ മനുഷ്യനോട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താ അറിയോ, ഈ ഞാനടക്കമുള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ എത്ര വില കൂടിയ റെസിപ്റ്റ് നടന്നാലും, എത്ര 3 സ്റ്റാർ മുതൽ 5 സ്റ്റാർ മുതൽ 7 സ്റ്റാർ വരെയുള്ള ഹോട്ടലുകളിൽ നിങ്ങൾ കയറി ഇറങ്ങിയാലും, നിങ്ങൾ എങ്ങനത്തെ ഭക്ഷണം കഴിച്ചാലും, നിങ്ങൾ തന്നെ ആഡംബരമായ 3 നില വീട്ടിൽ സ്വിമ്മിംഗ് പൂളുള്ള വീടും ആഡംബരമായ വീടൊക്കെ പണിത് അതിൽ നിങ്ങൾ ജീവിച്ചാലും, നിങ്ങളുടെ ശരീരം മുഴുവൻ എത്രയൊക്കെ കോസ്മെറ്റിക്സ് എന്തൊക്കെ ലോഷൻ കൊണ്ട് തേച്ച് മിനുക്കം വരുത്തിയാലും, എന്തിന് വിശ്വസുന്ദരിയായാലും അല്ലെങ്കിൽ ലോകസുന്ദരനായാലും, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശവം തന്നെ വിളിക്കുള്ളൂ. അപ്പോൾ ഈ ശവത്തിനെ നിങ്ങൾ കെട്ടിയ വീട്ടിനുള്ളിലടക്കം 24 മണിക്കൂർ വെക്കാൻ ആരും സമ്മതിക്കില്ല. അവർ പറയും സമയമായി കൊണ്ടുപോയിക്കോളൂ എന്ന്. അപ്പോൾ ഇത്രയും ചെറിയൊരു ശരീരം വെച്ച്, ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ശരീരം എന്നുള്ള ചിന്ത ഉള്ളിൽ വെച്ച് ദയവ് ചെയ്ത് മനുഷ്യൻ്റെ ജീവനെ ഒരു വില കൽപ്പിക്കാതെ ഒരാളും ജീവിക്കരുത്. കാരണം എന്താ പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ, ഇനി വന്നാൽ നിങ്ങളെ നോക്കാൻ ആളില്ല എന്ന് പറയുന്ന ഈ നിൽക്കുന്ന ഞാനടക്കം നാളെ ഒന്നുമില്ലെങ്കിൽ മണ്ണിലേക്ക് അല്ലെങ്കിൽ ചിതയിലേക്ക് എന്നുള്ള ചിന്ത വേണം. കാരണം എത്ര വലിയ കോടീശ്വരനാണെങ്കിലും വീട്ടിൻ്റെ നടുക്കിൽ അവിടെ എന്തെങ്കിലും സൃഷ്ടിച്ചിട്ട് അവിടെ കടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ആരും അവിടെ ഡെഡ് ബോഡി വെച്ചുകൊണ്ട് ജീവിക്കില്ല. നമ്മൾ തന്നെ കെട്ടിയ വീട്ടിൻ്റെ അടുത്തിറക്കം സമയമായി കൊണ്ടുപോയിക്കോളൂ എന്ന് പറയും. ഒന്നുമില്ലെങ്കിൽ മണ്ണിലേക്ക് അല്ലെങ്കിൽ ചിതയിലേക്ക് എന്നുള്ള ചിന്ത മനുഷ്യൻ എന്നും വേണം. ഈ ഒരു ചെറിയ ജീവിതം കൊണ്ടാണ് മനുഷ്യൻ ലോകത്തില്ലാത്ത അഹങ്കാരങ്ങൾ മുഴുവനും കാട്ടുന്നത്. എന്ന് വെച്ചാൽ, ഞാൻ അത് കെട്ടിപ്പിടിക്കണം, ഇത് വെട്ടിപ്പിടിക്കണം, ഞാൻ പേരുണ്ടാക്കണം, പ്രശസ്തി ഉണ്ടാക്കണം, ഞാൻ അവനെ കുറ്റം പറയണം, ഇവനെ കുറ്റം പറയണം, കുശുമ്പ് കുത്തണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനുഷ്യൻ ഇതിൻ്റെ ഉള്ളിൽ കടന്ന് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ എല്ലാവരെക്കാളും വലുതാണ്, എന്നെ ആരും തോൽപ്പിക്കാൻ പാടില്ല, ഞാൻ സംസാരിക്കുന്നത് മാത്രമാണ് ശരി, ബാക്കിയുള്ള സംസാരങ്ങളൊന്നും അത്ര ശരിയല്ല, എനിക്ക് മാത്രമാണ് ബുദ്ധിയുള്ളൂ, എൻ്റെ ദയം കൊണ്ടാണ് മറ്റുള്ളവർ ജീവിക്കുന്നത്, ഞാനില്ലെങ്കിൽ അവരില്ല എന്നുള്ള ചിന്തയും കൊണ്ട് ജീവിക്കണം മനുഷ്യൻ. ചിന്തിക്കുന്നത് ഇത്ര മാത്രം മതി. ഇന്ന് വേറെ ജീവിതമുണ്ട്, അടുത്ത ക്ഷണം ജീവിതം ഉണ്ടോ ഇല്ല എന്നറിയില്ല. അപ്പോൾ നിങ്ങളുടെ ആഡംബരമായി നിങ്ങൾ സൃഷ്ടിച്ചതും നിങ്ങൾ തേച്ചതും ഉടുത്തതും വെച്ചതും എല്ലാം ഇവിടെ വെച്ച് ആരുടെ മണ്ണിലേക്കോ ചിതയിലേക്കോ കയറി ഇറങ്ങി പോകുമ്പോൾ അവിടെ അവസാനിക്കും നിങ്ങളുടെ ജീവിതം. ആ ഒരു നിമിഷം ഒന്നുമില്ലാത്തവനായി മാറുന്നു. ഈ ശരീരത്തിനുള്ളിൽ കാണിക്കുന്ന മുഴുവൻ അഹങ്കാരവും അവിടെ ദ്രവിച്ച് നിങ്ങളുടെ ഒപ്പം തന്നെ പോകുന്നു അല്ലേ? അപ്പോൾ എന്താണ് അഹങ്കാരം കൊണ്ട് നമ്മൾ നേടിയത്? ഏത് ഉന്നത സ്ഥാനമാണ് നമ്മൾ നേടിയത്? എന്തിന്? ഒരു സിനിമാ നടനോ അല്ലെങ്കിൽ ഒരു വലിയൊരു സെലിബ്രിറ്റി ആരെങ്കിലൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഉപയോഗിച്ച ഡ്രസ്സുകളാവട്ടെ, അവർ ഉപയോഗിച്ച ആഭരണങ്ങളാവട്ടെ ലേലം പിടിച്ച് മേടിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. മനുഷ്യൻ്റെ ശരീരം ഇത്രയും വലിയൊരു സെലിബ്രിറ്റിയാണ്, ലേലം വെക്കുകയാണ്, കൊണ്ടുപോക്കോട് പറഞ്ഞ് ആരെങ്കിലും കൊണ്ടുപോകും? ലോകത്താരും കൊണ്ടുപോകില്ല എന്നൊരു ചിന്ത വേണം. എല്ലാ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ക്ഷണം മാത്രമാണ്. ആ ക്ഷണം മാത്രം കൊണ്ട് എങ്ങനെ മറ്റുള്ളവൻ്റെ മനസ്സ് നോവിക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുക. അത് മാത്രമേ ഉള്ളൂ ജീവിതം. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും അസുഖം ആരും വരുന്നതല്ല, അസുഖം നമ്മൾ കടയിൽ പോയി മേടിക്കുന്നതല്ല, അത് താനേ വന്ന് ഭവിക്കുന്നതാണ്. അങ്ങനെ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇനിയൊരു വട്ടം കൂടി വന്നാൽ
എന്നുള്ള വാക്ക് വന്നാൽ നിങ്ങളായി, നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരിച്ചോളൂ എന്നാണ് അർത്ഥം. അത് ഒരാളുടെ മുഖത്ത് നോക്കിയും പറയരുത്. ഞാൻ കേട്ട ഒരു വാക്ക്, ഞാൻ അറിഞ്ഞൊരു വാക്ക്, ഞാൻ കേട്ടതല്ല, ഞാൻ അറിഞ്ഞ്, അതുകൊണ്ട് എൻ്റെ മനസ്സ് ഒരുപാട് വിഷമിച്ചൊരു വാക്കായതുകൊണ്ടാണ് ഇന്ന് ഈ കഥയോട് സംഭവിച്ചൊരു കഥ ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ? ഒരു ആ വ്യക്തി ഇന്ന് ജീവനോടെ ഇല്ല. അപ്പോൾ ആ വ്യക്തിയുടെ ദുഃഖ കഥയും കൂടിയാണത്. ആ വ്യക്തിക്കല്ല ദുഃഖം. കറിവേപ്പില ഇട്ടു, ഓഫ് ചെയ്തു, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്ന് തൂക്കി കൊടുക്കുക. ആ വ്യക്തിയോട് പറഞ്ഞവർക്കും ആ വ്യക്തി പറഞ്ഞ് കേട്ടവർക്കുമാണ് അതിൻ്റെ ദുഃഖമുള്ളൂ. ഇനി ഒരു വട്ടം കൂടി എനിക്കിങ്ങനെ വരാൻ പാടില്ല, വന്നു കഴിഞ്ഞാൽ അതെൻ്റെ മരണത്തോട് പോകണമെന്ന് പറഞ്ഞ ആ വാക്ക് 100% ഉറപ്പായി എന്നുള്ളതാണ് ഇന്നും മനസ്സിലൊരു നൊമ്പരം പോലെ ഞാൻ കൊണ്ടുനടക്കുന്ന ഒരു വാക്കാണ്. കാരണം ആ വാക്ക് കേൾക്കാൻ ഇടയായത് ഞാനാണ്. അപ്പോൾ ചില വാക്കുകൾ അങ്ങനെയാണ്, അത് കല്ലിൽ കുത്തിവെച്ച പോലെയാണ് സംഭവിക്കും. കാരണം അത് മനസ്സിൻ്റെ നൊമ്പരങ്ങൾ നിറഞ്ഞൊരു വാക്കാണ്. ആ വാക്കിനൊരു സത്യം ഉണ്ടാവും അല്ലേ? അങ്ങനെ ആരും ആരുടെയും മനസ്സ് നോവിക്കാതെ, എന്നാണ് ആർക്കാണ് ഈ അസുഖം എന്ന് പറഞ്ഞാൽ ഈ ഒരു പിശാസ് വന്ന് കയറുക എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. എന്നാണ് നമ്മൾ ഈ ഭൂമി വിട്ട് പോകാമെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഉള്ള കാലം എല്ലാവർക്കും എല്ലാവരുടെയും മനസ്സ് സന്തോഷപ്പെടുത്തി പോകാനൊന്നും പറ്റിയില്ലെങ്കിലും ഒരുപാട് ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റിയ അത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും സുവർണമായ സമയവും അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ജീവിതം അല്ലേ? അപ്പോൾ ഇത് കഴിക്കാതൊക്കെ ആയോ? എല്ലാ പക്ഷെ ഒന്നും കൂടി നിങ്ങളടുത്ത് പറയാനുണ്ട്, എല്ലാം എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ മാത്രം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അമ്മയുടെ മുഖത്ത് ഇത്ര പ്രസന്നത. അതും കൂടി നിങ്ങൾ നോക്കണം. ഈ പ്രസന്നതയ്ക്ക് കാരണം അമ്മയുടെ ഇഷ്ടപ്പെട്ട. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്, കഴിഞ്ഞ ജന്മത്തിൽ മാനോ പശുവോ ആടോ എന്തോ ആയിരുന്നു എൻ്റെ അമ്മ എന്ന്. അല്ല, ഇതൊക്കെ നല്ലതാണ്. ഇതിനല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ എല്ലാം കൂടി ഇട്ടിട്ട് ഒരു അവിയൽ ഉണ്ടാക്കി അത് വെറുതെ കുറച്ച് കഴിക്കുക, അങ്ങനെ കഴിച്ചിട്ട് അത് തീരട്ടെ വെച്ചിട്ടാണ്. പിന്നെ നിനക്ക് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി തരുമല്ലോ, അത് വീഡിയോ എടുക്കണില്ല അങ്ങനെ ഉള്ളൂ. അപ്പൊ നിങ്ങൾ വരികയാണെങ്കിൽ ഞാനിതാ ഇന്ന് നല്ല അവിയലും പിന്നെ മാന്തളുണ്ട്, കുറച്ച് മുള്ളനൊക്കെ ഇരിക്കുന്നുണ്ട്, അത് എന്തെങ്കിലും വറുക്കുകയെ തിളപ്പിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഈ സംസാരം കേട്ട് തലമാന്തിക്കൊണ്ടിരിക്കുന്നവരും തലയിൽ അമൃതാഞ്ജം തേച്ചുകൊണ്ടിരിക്കുന്നവരോടും വിനീതമായി ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു. എന്താണ് ഇവൻ, ആരാണ് ഇവൻ, ഇത്രയും പഴഞ്ചമായ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു പഴഞ്ചനാണോ എന്നൊക്കെ തോന്നും. പക്ഷേ ഈ വാക്കുകളിൽ പഴയതാണെങ്കിലും ഒരു പൊൻപൊരുൾ പോലെ സൂക്ഷിക്കുകയൊക്കെ വെക്കാൻ പറ്റിയ വാക്കുകളാണെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഞാൻ ഒരുപാട് കാലമായി ഈ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുന്നു. അപ്പൊ വിളിക്കുന്നില്ലേ? പിന്നെ അപ്പൊ അവിയൽ കൂട്ടി കുറച്ച് മീനുണ്ട്, അത് ഞാൻ കറി വെച്ചിട്ട് വറുത്തിട്ടൊക്കെ തരാം. അത് കൂട്ടി ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടോ? വന്നോളൂ കേട്ടോ. ഇവൻ കണ്ടിട്ട് എന്നെ കുറ്റം പറയുന്നത് ഞാൻ എനിക്കുള്ളത് മാത്രം ഉണ്ടാക്കുകയാണ് പച്ചക്കറി. അപ്പൊ എല്ലാവർക്കും ബൈ.